സ്കൂളുകളിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് അല്ല, ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു നിയന്ത്രണം ഉണ്ടല്ലോ. ക്ലാസ് ടൈമിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നമുക്ക് സ്കൂള് തുറക്കാൻ പോവുകയാണ്. പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് 101% സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത വന്നിരിക്കുകയാണ്. അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം തന്നെയാണ്, മറ്റൊന്നുമല്ല. ഇത്തവണ ഈ സ്കൂൾ തുറക്കുന്നത് മുതൽ 2026-27 അധ്യയന വർഷത്തില് ഒരു ചെറിയ മാറ്റം. അതായത് പല വിദ്യാർത്ഥികൾക്കും സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ട്. അത് നമുക്കറിയാം. +2 വരെയും അങ്ങനെ തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ അലൗഡ് അല്ല. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സോ വേറെ ഏതെങ്കിലും ടീച്ചർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു സവിശേഷ സാഹചര്യത്തിൽ സ്കൂളുകളിൽ ഫോൺ കൊണ്ടുവരാൻ പറ്റുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതേ നിയമം, അതായത് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതല്ല, ക്ലാസ് ടൈമിൽ ഫോണുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമം ഇപ്പോൾ അധ്യാപകർക്ക് കൂടി കർശനമാക്കിയിരിക്കുകയാണ്. ഓൾറെഡി ചില വിദ്യാഭ്യാസ ജില്ലകളിൽ അത്തരത്തിലുള്ള നിയമം ഇതിനു മുമ്പും ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം മുതൽ കേരളത്തിലാകമാനം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് പ്രകാരം ഇത്തരത്തിൽ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, പീരീഡിൽ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അധ്യാപകരും തീർച്ചയായിട്ടും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ ഉപയോഗം കർശനമായി തന്നെ നിയന്ത്രണം കൊണ്ടുവരും എന്ന വലിയൊരു പ്രഖ്യാപനമാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? മീൻസ് ക്ലാസ്സിൽ ആ കാര്യം മതി. അതിൻ്റെ ഒരു എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് എന്ന പോലെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇതിനിടയിൽ തന്നെ ഈ ക്ലാസ് മുറിയിലെ രംഗങ്ങൾ റീലുകളാക്കി ചിത്രീകരിച്ച പല അധ്യാപകർക്കും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പിടി വീണിട്ടുണ്ട്, സസ്പെൻഷൻ ഉൾപ്പെടെ കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി നോക്കുമ്പോൾ ഇത്തവണ ഈ ഒരു തീരുമാനം കർശനമായി തന്നെ നടപ്പിലാക്കാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങളുടെ അധ്യാപകർക്കും ഇപ്പോൾ ഫോണുകൾ ഉപയോഗിക്കുന്ന അധ്യാപകരാണോ നിങ്ങൾക്കുള്ളത്? ഇനി ഒരു അടുത്ത അധ്യയന വർഷത്തിൽ ഫോണുകൾ ഇല്ലാത്ത ക്ലാസ് റൂമുകളാകുമ്പോൾ അത് മൾട്ടിമീഡിയ ക്ലാസ് റൂമുകളുണ്ട്, ഡിജിറ്റൽ ക്ലാസ് റൂമുകളൊക്കെയാണ്. എങ്ങനെ നോക്കി കാണുന്നു? അത് മറക്കണ്ട. നിങ്ങൾ ത്രിൽഡ് ആണോ അടുത്തൊരു അക്കാദമിക് ഇയറിലേക്ക് ക്ലാസ്സിലേക്ക് പോകാൻ? കമന്റ് ചെയ്യാൻ മടിക്കണ്ട.